ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ 4 തരത്തിലുള്ള എംപ്ലോയീസ് ആണുള്ളത്. ഏതൊക്കെയാണ് ഈ 4 തരം എന്നുള്ളത് നോക്കാം. ഒപ്പം തന്നെ ഈ 4 തരത്തിലുള്ള എംപ്ലോയീസിനെയും എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ശരിക്കും 2 പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവരെ 4ആയി തരംതിരിക്കുന്നത്. ഒന്ന് കൾച്ചറൽ ഫിറ്റാണ്, അതായത് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ കൾച്ചറുമായിട്ട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഇവർ എന്നുള്ളതാണ് ഒരു ഭാഗത്ത് നോക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന് അവർ ഓർഗനൈസേഷന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എത്രമാത്രമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 4 ക്വാഡ്രൻറ്റുകളാക്കി വേണമെങ്കിൽ ഇവരെ തിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ കൾച്ചറുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ആളുകളുണ്ടാകാം. ഒപ്പം തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവുമായിരിക്കാം. അങ്ങനെയുള്ളൊരു സെറ്റ് ഓഫ് എംപ്ലോയീസ് വളരെ കുറവായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള എംപ്ലോയീസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകാം. അതായത് ഓർഗനൈസേഷൻ്റെ വാല്യൂസും കൾച്ചറും ഒന്നുമായി ഒട്ടും ചേരുന്നില്ല. ഒപ്പം തന്നെ ഓർഗനൈസേഷന് വേണ്ടി യാതൊരു കോൺട്രിബ്യൂഷനും തരുന്നില്ല, അവർ പെർഫോം ചെയ്യുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ സാധാരണ ആ ഒരു മെട്രിക്സിൽ ചോദിക്കുന്നത് നോട്ട് യെറ്റ് ഗോൺ എന്നാണ്. അതായത് ഇതുവരെ അവർ പോയില്ലേ, എന്തിനാണ് അവർ ഓർഗനൈസേഷനിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ വേണം. ഒരു ആവശ്യവുമില്ല എന്നുള്ളതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ കൾച്ചറൽ ഫിറ്റും കോൺട്രിബ്യൂഷനും ഇല്ലാത്ത ഒരു എംപ്ലോയിയെ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമില്ല. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, നിങ്ങളുടെ ഓർഗനൈസേഷനിൽ അത്തരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടോ? കൾച്ചറുമായി നിങ്ങളുടെ രീതികളുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല, എന്നാൽ അവർ ഓർഗനൈസേഷന് യാതൊരു തരത്തിലും ഒരു കോൺട്രിബ്യൂഷൻ തരുന്നില്ല, അവർ പെർഫോമിംഗ് അല്ല. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ പുറത്തേക്ക് കളയാനുള്ള വഴികൾ ആലോചിക്കേണ്ടതാണ്. മറ്റൊന്ന് വേറൊരു ടൈപ്പാണ്. ആ ടൈപ്പിൽ അവർ കൾച്ചറലി ഫിറ്റാണ്, അതായത് ഓർഗനൈസേഷൻ്റെ വാല്യൂവും രീതികളും ഒക്കെ ആയിട്ട് അവർ വളരെ ജോഷിലാണ്, നല്ല ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരാണ്, ഓർഗനൈസേഷന് പറ്റിയ ആളാണ്. പക്ഷേ കോൺട്രിബ്യൂഷനൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർ സ്റ്റുഡൻസ് എന്ന കാറ്റഗറിയിലാണ്, അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്കിൽസ് നമ്മൾ എൻഹാൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം കൾച്ചറൽ ഫിറ്റുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മളുടെ വിഷനും നമ്മളുടെ വാല്യൂസും ഒക്കെ മനസ്സിലാക്കുന്ന, നമ്മളുടെ ഒപ്പം നിൽക്കുന്ന, നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളാണ് അവർ നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യമാണ്. എന്നാൽ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റ്സ് അവർക്കില്ല. ആ സ്കില്ലുകൾ അവർക്ക് കൃത്യമായി കൊടുക്കണം, അവരെ പഠിപ്പിച്ചെടുക്കണം. അവർ ഭാവിയിലേക്കുള്ള വാഗ്ദാനങ്ങളാണ്. അടുത്തത്, ഇവർ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ അടിപൊളിയായിരിക്കും, നല്ല പെർഫോമേഴ്സ് ആയിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ കൾച്ചറലി ഫിറ്റ് ആയിരിക്കില്ല. അതായത് നമ്മുടെ കൾച്ചർ അനുസരിച്ചോ നമ്മുടെ സിസ്റ്റം അനുസരിച്ചോ നമ്മുടെ വാല്യൂ അനുസരിച്ചോ ആയിരിക്കില്ല ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവർ പെർഫോം ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഏറ്റവും അധികം സെയിൽ കൊണ്ടുവരുന്ന ഇയാളായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഇയാളായിരിക്കും, ഇനീഷ്യേറ്റീവ് ഒക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷേ കൾച്ചറൽ ഫിറ്റ് അല്ല. ഇത്തരം ആളുകളെ വിളിക്കുന്നത് ലാൻഡ് മൈൻസ് എന്നാണ്. ഇവർ പ്രശ്നമാണ്. അതായത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു ചവിട്ടിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലാൻഡ് മൈൻസ് എന്നിവരെ വിളിക്കുന്നത്. ഇവർ പ്രശ്നക്കാരാണ്. കാരണം കൾച്ചറൽ ഫിറ്റ് ഇല്ലാത്ത ഒരു എംപ്ലോയി ഇന്നല്ലെങ്കിൽ നാളെ ഓർഗനൈസേഷനിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിട്ട് മാറാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ്റെ കൾച്ചറും പോളിസിയും സിസ്റ്റവും ഒക്കെ അദ്ദേഹത്തെ പഠിപ്പിക്കുക, അദ്ദേഹത്തെ കൂടെ നിർത്താൻ മാക്സിമം ശ്രമിക്കുക. പലതവണ ശ്രമിച്ചിട്ടും, സാധാരണഗതിയിൽ ഒരു 3 തവണയൊക്കെ വാണിംഗ് കൊടുത്തിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും അദ്ദേഹം മാറുന്നില്ലെങ്കിൽ പതിയെ പുള്ളിയെ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാൻഡ് മൈൻസ് ഡേഞ്ചറസ് തന്നെയാണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കൾച്ചറലി ഫിറ്റായിട്ടുള്ളതും എന്നാൽ നല്ല കോൺട്രിബ്യൂഷൻ നടത്തുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരായിരിക്കും ഈ ഓർഗനൈസേഷനെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരായിരിക്കും ശരിക്കും ഓർഗനൈസേഷൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അതൊരു 10-20% മാക്സിമം അത്തരത്തിലുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അവരായിരിക്കും ഓർഗനൈസേഷൻ്റെ 80% പരിപാടികളും ചെയ്യുന്നതും. ഇത്തരത്തിലുള്ള ആളുകളെ സ്റ്റാഴ്സ് എന്നാണ് പറയുന്നത്. അവർ കൾച്ചറലി ഫിറ്റായിരിക്കും, ഓർഗനൈസേഷൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അവരുടെ സ്വഭാവ രീതികളും അവരുടെ പെരുമാറ്റവും എല്ലാം. ഒപ്പം തന്നെ അവരുടെ പെർഫോമൻസും സൂപ്പറായിരിക്കും. അവർ സ്റ്റാഴ്സാണ്. അവരെ ഓർഗനൈസേഷന് ഒരുപാട് കാലത്തേക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള റിവാർഡ്സും റെക്കഗ്നിഷനും ഒക്കെ കൊടുത്തുകൊണ്ട്, അവർക്ക് ആവശ്യമുള്ള സ്ഥാനമാനങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ അവർ ആ സിസ്റ്റത്തിനുള്ളിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അപ്പോൾ ഈ 4 തരത്തിലുള്ള എംപ്ലോയീസ് ആയിരിക്കും നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. ഈ 4 തരത്തിലുള്ള എംപ്ലോയീസിനെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആവശ്യമായിട്ടുള്ള നെക്സ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. കാരണം വളരെ മോശമായിട്ടുള്ള നോട്ട് യെറ്റ് ഗോൺ ആയിട്ടുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് പറഞ്ഞുവിടാൻ നോക്കേണ്ടതാണ്, ഒരു സംശയം വേണ്ട. അതേസമയം സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരെ സ്കില്ല് കൊടുക്കണം.
ഈ ലാൻഡ് മൈൻസ് ആയിട്ടുള്ള ആൾക്കാർ ഡേഞ്ചറസ് ആണ്, അവർ വാച്ച് ചെയ്യണം, അവർക്ക് ചില വാർണിങ്ങുകൾ കൊടുക്കണം, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ഒരു കൾച്ചറൽ ഫിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള പ്രോഗ്രാമുകൾ ആവിഷ്കരിക്കണം. സ്റ്റാർസിനെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്ത് വളരെ സ്ട്രോങ് ആക്കി നിർത്തുകയും വേണം. ഓൾ ദി ബെസ്റ്റ്.